ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോയാ ചങ്ക് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 150 ഗ്രാമോളം സോയാ ചങ്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്കത് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ സവാള, ഒരു 2 സവാള, കുറച്ച് ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, 3 പച്ചമുളക്. അത് ഇത്രയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് വഴന്നൊക്കെ വരുമ്പോഴേക്ക് നമുക്കതിനകത്തേക്ക് ഇഞ്ചി ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, അല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുത്തതായാലും മതി. ഞാനിപ്പം ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ എരിയുടെ അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഇപ്പോൾ എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നുകൂടെ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം നമുക്ക് സവാള ഇതിലേക്ക് ചേർക്കാം. ഞാനൊരു മീഡിയം സൈസുള്ള 3 സവാളയാണ് എടുത്തേക്കുന്നത്. നല്ല അടിപൊളി ഒരു കറിയാണിത്. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാളയുടെ കൂടത്തേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങ് വഴന്ന് തോറ്റുപോകുന്ന തരത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് ബീഫാണെന്ന് പോലും തോന്നും. അതുപോലെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇതിൽ ചേർക്കാൻ. ഇപ്പോൾ കറിവേപ്പിലയെല്ലാം കെമിക്കലൊക്കെ അടിച്ചാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് 2-3 വെള്ളത്തിൽ നന്നായി കഴുകി അതിന് ശേഷം ഉപയോഗിക്കാവൂ. പിന്നെ അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യം 1 സ്പൂണ് മുളക് പൊടി, അതിന് ശേഷം 1.5 സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് അതിൻ്റെ കൂടത്തിൽ വഴറ്റിയെടുക്കാം. പിന്നെ നന്നായി പൊടിയെല്ലാം ഇതിനകത്ത് പിടിച്ച് ഒരുവിധം ചൂടായി വെക്കുക. അതിൻ്റെ പച്ചപ്പ് മണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഗരം മസാല ചേർക്കാം. ഏതാണ്ട് ഒരു 3/4 സ്പൂണോളം ഗരം മസാല നമുക്കിതിനകത്ത് ചേർക്കാം. അതും ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇതെല്ലാം നന്നായി യോജിപ്പിച്ച് ഒരുവിധം അതിൻ്റെ പച്ചപ്പ് മണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിതിനകത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന സോയാ ചങ്ക് പിഴിഞ്ഞെടുത്ത് കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അത് വേവുന്ന വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് ജസ്റ്റ് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ ഒരുപാട് വെള്ളം ഉള്ളൊരു കറിയല്ല ഇത്, ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വേവാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കതിനകത്തേക്കൊരു മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്യാം. വീണ്ടും നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അതിനുശേഷം ബാക്കി കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി നേരം അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നല്ല ബീഫ് കറി പോലെ ഇരിക്കുന്നു. നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അടിപൊളി ടേസ്റ്റുമാണ്. ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.